വെറുതെ ഇരുന്ന് യൂട്യൂബ് കാണുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. വേറൊന്നുമല്ല, ഒരു വീഡിയോ ആണ്. സംഭവം എന്താ വെച്ചാൽ അതിലൊരു സോഡാൻ്റെ റെസിപ്പിയാണ്. എനിക്കാണെങ്കിൽ അത് എവിടുന്നാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റഗ്രാമിൽ നിന്നാണോ യൂട്യൂബിൽ നിന്നാണോ എന്നൊന്നും ഓർമ്മയില്ല. പക്ഷെ ഒരു കാക്കാൻ്റെ വീഡിയോ ആണ്. അതാണെങ്കിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാണ് അത് ഉണ്ടാക്കി നോക്കണമെന്ന്. പക്ഷെ ആ സമയത്ത് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കയ്യിലില്ലേ, ഇനി വീട്ടിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് എന്തിനാണ് ഉണ്ടാക്കാൻ വിചാരിച്ച്. അതിൻ്റെ പേരിപ്പോൾ എന്താ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനൊരു പേര് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസിന് നമുക്കൊരു പേരാണ്ടാം. ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കൊരു പേരാണ്ടാം. ജാം സോഡ. എന്തായാലും ഈ സോഡ ഉണ്ടാക്കുന്നത് ജാം വെച്ചിട്ടാണ്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ജാം വെച്ചിട്ടാണ്. കണ്ടപ്പോൾ തന്നെ എന്തോ കുടിക്കാൻ തോന്നി. അപ്പം പിന്നെ ഇന്നങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഒരു ഗ്ലാസ് എടുക്കുക ആസ് യൂഷ്വൽ. അതിലേക്ക് കുറച്ച് ജാം ഇടുക, പഞ്ചസാര ഇടുക. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ചിയാ സീഡ്സ് ആട്ടോ. മറ്റേ കസ്കസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ എന്തായാലും ചിയാ സീഡ്സാണ് എടുക്കുന്നത്. ഇനി വേറൊരു പണിയില്ല. സോഡ ഒഴിക്കുക, കലക്കുക, 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 കുടിക്കുക. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. രസമുണ്ടായിരുന്നു. സോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഉപ്പച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നെക്കാൾ ഈ സാധനം ഇഷ്ടപ്പെട്ടു എൻ്റെ ഉപ്പച്ചിക്കാണ്.